പ്രൈസ് ദി ലോർഡ്. IPC ബഥേൽ വാർത്തകളുമായി ലിൻഡ നോയൽ. പ്രധാന വാർത്തകൾ. IPC ബഥേൽ ബെൽഫാസ്റ്റ് സൺഡേ സ്കൂൾ PYP സോദരി സമാജം വാർഷികം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചനപഠനവും പാട്ടും കഥകളുമായി VBS നടത്തപ്പെട്ടു. സംഗീത വിരുന്നൊരുക്കി IPC ബഥേൽ ബെൽഫാസ്റ്റ്. സ്നാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച സഭ ഈ വർഷം നടന്നത് 4 സ്നാനം. ക്രൈസ്തവ താലന്തുകൾക്ക് വേദിയൊരുക്കി IPC ബഥേൽ ബെൽഫാസ്റ്റ്. വാർത്തകൾ വിശദമായി. IPC ബഥേൽ ബെൽഫാസ്റ്റ് സൺഡേ സ്കൂൾ PYPA സോദരി സമാജം വാർഷികം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബെൽഫാസ്റ്റ് IPCയുടെ പുത്രികാ സംഘടനയായ സൺഡേ സ്കൂൾ PYPA സോദരി സമാജം വാർഷികം ഇപ്പോൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ജേക്കബ് ജോൺ ഈ മീറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നു. തുടർന്ന് അനേകം ആത്മിക പ്രോഗ്രാമുകളും നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിരിക്കുന്നു. തത്സമയം സഭാംഗമായ സിസ്റ്റർ ആഷ്ലി നമ്മുടെ ലൈനിലുണ്ട്. ഹലോ ആഷ്ലി, കേൾക്കാമോ? ഹലോ, എന്താണ് ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? കേൾക്കുന്നുണ്ടോ? എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? പറയോ? ഹലോ പറയൂ ലിൻഡ. ഇവിടെ ഇപ്പോൾ വളരെ മോശമായ ഒരു കാലാവസ്ഥയായിരുന്നു നമ്മൾ രാവിലെ കണ്ടുകൊണ്ടിരുന്നത്. എന്നാലും ആളുകളൊക്കെ സമയത്ത് എത്തിച്ചേർന്നു. ഇത് നടക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയ്മൂർ ഹിൽ മെത്തഡിസ്റ്റ് ചർച്ചിൽ ബിൽഡിങ്ങിലാണ്. ഇവിടെ നടക്കുന്ന IPC ബഥേൽ ചർച്ച് ബെൽഫാസ്റ്റിൻ്റെ PYP ആൻഡ് സൺഡേ സ്കൂൾ ആനിവേഴ്സറി ആണ്. രാവിലെ ഇവാഞ്ചലിസ്റ്റ് CB ജോർജ് പ്രാർത്ഥിച്ചാരംഭിച്ച മീറ്റിങ്ങിൽ സിസ്റ്റർ ഷൈനി ആൻഡ് ബ്രദർ എൽവിനാണ് പ്രോഗ്രാമുകൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ജേക്കബ് ജോർജ് അധ്യക്ഷത വഹിച്ച ഈ മീറ്റിങ്ങിൽ ഇന്ന് അതിഥിയായി കടന്നു വന്നത് ബ്രദർ ഡാനി ഐസക്കാണ്. അദ്ദേഹം വളരെ നല്ലൊരു മെസ്സേജ് നൽകുവാനിടയായി. ഇപ്പോൾ ഇവിടെ പ്രോഗ്രാമുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാവർക്കും ഒരു എനർജി വരുമെന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ പലരും പാതി മയക്കത്തിലാണ്. എന്ത് തന്നെയായാലും നമ്മുടെ സൺഡേ സ്കൂൾ കുട്ടികൾ വളരെ എക്സൈറ്റഡ് ആണെന്നില്ല. ആഷ്ലി, സഭയുടെ മീറ്റിങ്ങുകൾ പൊതുവെ എങ്ങനെയാണ് നടത്തപ്പെടുന്നത് എന്നതിനെ കുറിച്ചൊന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? IPC ബഥേൽ ചർച്ച് ഇവിടെ എന്നും പ്രോഗ്രാമുകളുണ്ട്. എല്ലാ ദിവസവും സൺഡേ വർഷിപ്പ് 10 മണിക്ക് ഇംഗ്ലീഷ് വർഷിപ്പോട് ആരംഭിക്കുകയും മലയാളം വർഷിപ്പോട് അവസാനിക്കുകയും ചെയ്യുന്നു 1 മണിയോടെ. അതിന് മുൻപ് തന്നെയായി സൺഡേ സ്കൂൾ 9:15 ആരംഭിക്കും. അതുപോലെ തന്നെ യൂത്ത് ഫെലോഷിപ്പുകളുണ്ട്. അത് ഫസ്റ്റ് ആൻഡ് തേർഡ് സാറ്റർഡേ ഇവിടെ നടത്തപ്പെടുന്നു. സഹോദരി സമാജത്തെ പറ്റി എന്താണ് ആഷ്ലിക്ക് പറയാനുള്ളത്? അത് സഹോദരന്മാരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാ സെക്കൻഡ് സാറ്റർഡേ നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട് എല്ലാ 4ാമത്തെ ആഴ്ചയിലും. ലിൻഡ, വളരെ നന്ദി ആഷ്ലി ഞങ്ങളോടൊപ്പം ലൈനിൽ ചേർന്നതല്ല. മാത്രമല്ല, നമുക്കിപ്പോൾ കിട്ടിയ ഒരു റിപ്പോർട്ടുണ്ട്. ബ്രദർ റൈസൺ ഉണ്ടാക്കുന്ന ഫ്ലയർ വളരെ ഉപകാരപ്പെടുന്നു എന്ന് സെലസ്റ്റ സെലിൻ ഇന്നലെ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അടുത്ത വാർത്തയിലേക്ക് നമ്മൾ നീങ്ങുന്നു. വചനപഠനവും പാട്ടും കഥകളുമായി VBS നടത്തപ്പെട്ടു. ബെൽഫാസ്റ്റ് സെയ്മൂർ ഹിൽ മെത്തഡിസ്റ്റ് ചർച്ചിൽ വെച്ച് XL VBS നടത്തപ്പെട്ടു. ഈ വർഷത്തെ തീം 1+ ആയിരുന്നു. സിസ്റ്റർ സുമി ലീഡ് ചെയ്ത മീറ്റിങ്ങിന് കൈകൾ കൊടുത്ത ബ്രദർ തോംസണും സിസ്റ്റർ ഐറണും രംഗത്തെത്തി. VBSന്റെ ഭാഗമായി ചർച്ച അലങ്കരിച്ചത് കുട്ടികളെ ആകർഷിച്ചുവെന്ന് റിപ്പോർട്ടുകൾ ലഭിച്ചു. 2 ദിവസം നടത്തപ്പെട്ട ആത്മീക പ്രോഗ്രാമുകൾ കുട്ടികളെ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ച് ദൈവവചനം പഠിപ്പിച്ചു. VBS തങ്ങളെ ഏറ്റവും ആകർഷിച്ചത് ഒന്നായിരുന്നു മിട്ടുമുയൽ എന്ന്. നെക്സ്റ്റ് ടൈം മിട്ടുമുയലിൻ്റെ പ്രത്യേക എൻട്രിക്കായി കാത്തിരിക്കുകയാണെന്നും ഷോൺ റൈസണും കൂട്ടുകാരും രാവിലെ നടന്ന പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. സംഗീത വിരുന്നൊരുക്കി IPC ബഥേൽ ബെൽഫാസ്റ്റ്. ഈ വർഷത്തെ IPC ബഥേൽ ബെൽഫാസ്റ്റിന്റെ സംഗീത വിരുന്ന് ജൂൺ 29 നടത്തപ്പെട്ടു. ഫിനഗി മെത്തഡിസ്റ്റ് ചർച്ചിലെ വെസ്ലി ഹാളിൽ വെച്ച് നടത്തപ്പെട്ട മീറ്റിംഗിൽ പാസ്റ്റർ ബോബൻ തോമസ് വചന ശുശ്രൂഷ വഹിച്ച മീറ്റിംഗിൽ ക്രൈസ്തവ സംഗീത ഗായിക ടിന ജോയിയും IPC ബഥേൽ കൊയർ ഒരുമിച്ച് ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്തു. പ്രോഗ്രാം തത്സമയം ക്രൈസ്തവ എഴുത്തുപുഴയിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. സമീപത്തുള്ള ചർച്ചുകളിൽ നിന്നും അംഗങ്ങൾ എത്തിയിരുന്നു. വളരെ മനോഹരമായി എല്ലാ പ്രോഗ്രാമും നടന്നത് ദൈവകൃപയാൽ സഹായിച്ചുവെന്ന് സഭാ സെക്രട്ടറി ബ്രദർ മോൻസി ചാക്കോ അറിയിക്കുകയുണ്ടായി. സ്നാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച IPC ബഥേൽ ബെൽഫാസ്റ്റ്. ഈ വർഷം നടന്നത് 4 സ്നാനം. ബെൽഫാസ്റ്റ് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് സഭയിലെ 4 സൺഡേ സ്കൂൾ കുട്ടികൾ. സൺഡേ സ്കൂൾ ക്ലാസ്സുകളും വചനധ്യാനവും ക്യാമ്പുകളും ഇതിലേക്ക് കുട്ടികളെ നയിച്ചു. ബ്രദർ ജോൺ ബാബു, ഏഞ്ചൽ വിനു, ഹന്ന ജീവിൻ, ജെനീറ്റ ജിബ്സൺ എന്നിവരാണ് കർത്താവിൻ്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ചത്. IPC UK അയർലൻഡ് റീജിയൻ പ്രസിഡന്റായ പാസ്റ്റർ ജേക്കബ് ജോർജ് സ്നാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചു. തുടർന്ന് ആരാധനയിൽ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കുകയും കർത്തൃമേശ അനുഭവിക്കുകയും ചെയ്തു. ഇത് ഇനിയും സ്നാനം നടക്കുന്നവർക്ക് പ്രയോജനമാകട്ടെ എന്ന് സഭാ ട്രസ്റ്റി ബ്രദർ അനിൽ അറിയിക്കുകയുണ്ടായി.
ക്രൈസ്തവ താലന്തുകൾക്ക് വേദിയൊരുക്കി IPC ബെഥേൽ ബെൽഫാസ്റ്റ്. ഈ വർഷത്തെ സഭയുടെ ടാലന്റ് ടെസ്റ്റ് ഓഗസ്റ്റ് 30 നടത്തപ്പെട്ടു. വയസ്സുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചായിരുന്നു മത്സരം. ബ്രദർ റൈസൺ തോമസ്, ബ്രദർ എബീബ്, ഇവാഞ്ചലിസ്റ്റ് സ്റ്റീബൻ ജേക്കബ് എന്നിവർ നേതൃത്വം വഹിച്ചിരുന്ന മീറ്റിംഗിൽ ബ്രദർ മാത്യു, ബ്രദർ തോംസൺ എന്നിവർ കൈത്താങ്ങ് നൽകി. ആത്മീക താലന്തുകളെ വളർത്തിയെടുക്കുന്നത് ഇത് ഒരുപാട് സഹായിക്കുമെന്നും സൺഡേ സ്കൂൾ അധ്യാപകൻ ബ്രദർ മാത്യു പ്രത്യേക സമ്മേളനത്തിൽ അറിയിക്കുകയുണ്ടായി. ഇതിലേറ്റവും ശ്രദ്ധയിൽപ്പെട്ടത് സിസ്റ്റർ സിമി വിനു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് വാക്യം പഠിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അനേകർക്ക് വളരെ പ്രയോജനമായി എന്ന് റിപ്പോർട്ടുകൾ നമുക്ക് ലഭിച്ചിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IPC ബെഥേൽ ബെൽഫാസ്റ്റ് സൺഡേ സ്കൂൾ PYPS സോദരി സമാജം വാർഷികം നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വചന പഠനവും പാട്ടും കഥകളുമായി VBS നടത്തപ്പെട്ടു. സംഗീത വിരുന്നൊരുക്കി IPC ബെഥേൽ ബെൽഫാസ്റ്റ്. സ്നാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ച സഭ ഈ വർഷം നടന്നത് 4 സ്നാനം. ക്രൈസ്തവ താലന്തുകൾക്ക് വേദിയൊരുക്കി IPC ബെഥേൽ ബെൽഫാസ്റ്റ്. അടുത്ത വാർത്ത അടുത്ത വർഷം ഇതേ സമയം. താങ്ക് യു.